ഹൈസ്പീഡ് റെയിൽ പദ്ധതിയിൽ സാധ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാതെ ഭൂമിശാസ്ത്ര പഠനം നടത്തിയ ശേഷം മാത്രമേ പദ്ധതി അംഗീകരിക്കൂ എന്ന് മുഖ്യമന്ത്രി. ആറന്മുള വിമാനത്താവള പദ്ധതിയെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സംസ്ഥാനത്തിന്റെ താൽപര്യം ഹനിച്ചുള്ള ഒരു നീക്കവും ഉണ്ടാകില്ലെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ആദ്യഘട്ടത്തിലെ സ്ഥല പരിശോധനകൾ, ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ ഭൂതല നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രാരംഭ നടപടികളും ഇപ്പോൾ ആരംഭിക്കരുത് എന്നാണ് കമ്മിറ്റി ശുപാർശ ചെയ്തത്. കാരണം ഇതിന്റെ ഒരു കൃത്യമായ ഒരു എക്കണോമിക് മോഡൽ, ഇതിൽ എത്ര യാത്രക്കാർ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പിന്നെ പാരിസ്ഥിതിക പഠനം, ഇതൊന്നും നടത്താതെ അതാണ് നമുക്ക് കേരളയിൽ പറ്റിയ ഒരു അപകടം ഇതിൻ്റെ അകത്ത് ആവർത്തിക്കരുത്. ഈ ലോജിസ്റ്റിക്സ് മൂവ്മെന്റ് ഇല്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ ലോജിസ്റ്റിക്സ് മൂവ്മെന്റ് ഇല്ലാതെ പാസഞ്ചേഴ്സ് ട്രെയിൻ കൊണ്ട് മാത്രം ഇത് നമുക്ക് വരുമാനവും നമ്മൾ ചെലവാക്കുന്ന പണം അത് തിരിച്ചടയ്ക്കാനും ഒക്കെയുള്ള ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോകും എന്നുള്ളതൊരു പ്രശ്നമാണ് അവർ തന്നിരിക്കുന്നത്. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വകുപ്പ് തല ഏകോപനത്തിന് പുതിയ സംവിധാനം തയ്യാറാക്കും. അതിവേഗ റെയിൽവേ പദ്ധതിക്കുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ട് ലഭിച്ചുവെന്നും ഇ ശ്രീധരന്റെ റിപ്പോർട്ട് അപൂർവമാണെന്നാണ് വിദഗ്ധ സമിതി വിലയിരുത്തലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോഴത്തെ രൂപത്തിൽ പദ്ധതി നടപ്പാക്കരുതെന്നും സമിതി അറിയിച്ചിട്ടുണ്ട്. റെയിലിൽ പറ്റിയ അബദ്ധം ആവർത്തിക്കരുത്. സർക്കാർ വീണ്ടും പഠനം നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഭൂമി ലഭ്യതയടക്കം പരിശോധിക്കണം. പാസഞ്ചർ ട്രെയിൻ മാത്രം പറ്റില്ല എന്നും ചരക്ക് നീക്കവും കണക്കിലെടുക്കണമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അതേസമയം ആറന്മുള വിമാനത്താവള വിഷയത്തിൽ വിമാനത്താവളത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആറന്മുള വിമാനത്താവളത്തെക്കുറിച്ച് സർക്കാർ ആലോചിച്ചിട്ട് പോലുമില്ല. എന്നാൽ പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലോയേഴ്സ് കോൺഗ്രസ് ആരോപണം തള്ളിയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. രണ്ടുപേരും ലോയേഴ്സ് കോൺഗ്രസിന്റെ പട്ടികയിലുള്ളവരാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.